ഭയങ്കര ക്ലോസ്. അമ്മയായിട്ട് ഇവർ ക്ലോസ് ആയതിനു ശേഷം ഈ വരന്റെ അമ്മയായിട്ട് അതിനുശേഷം അമ്മയും മകനും കൂടെ ചെറിയൊരു ഡിസ്പ്യൂട്ട് ഉണ്ടാക്കും. അവർ ഡിസ്പ്യൂട്ട് ഉണ്ടാക്കിയതിന് ശേഷം അച്ഛനും അനിയനൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ സെക്ഷുവലി ഉപദ്രവിച്ചു എന്ന് പറയുന്നൊരു ക്ലെയിം ഉണ്ടാക്കും. അത് ഭയങ്കര കുറച്ച് ആലിഗേഷൻ പറഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ ഇവർ കൊണ്ട് കേസ് കൊടുക്കും. ആ കേസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പെണ്ണ് പൈസ മേടിക്കും. അപ്പൊ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും ഇതിനകത്ത് ഇൻവോൾവ് ആണോ? ഞങ്ങൾ ഇന്നലെ പെൺകുട്ടിയുടെ വീട്ടിൽ വിളിച്ചിട്ട് ഞങ്ങളൊരു കല്യാണാലോചന ഉണ്ടെന്നും ഞങ്ങൾ UK വേറൊരു മുസ്ലിം എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ടാണ് വിളിപ്പിച്ചത്. ഒരു പെൺകുട്ടി തന്നെ വിളിക്കുന്നത്. വിളിച്ചിട്ട് ഞങ്ങൾ 2 ദിവസം കൂടെ കഴിയുമ്പോൾ കല്യാണം ചെയ്ത് കാണാൻ വേണ്ടി പോകും, പെണ്ണ് കാണാൻ വേണ്ടിയിട്ട്. അതും കൂടെ പോയിട്ട് അതും കൂടെ കഴിച്ചിട്ട് പത്രസമ്മേളനം കൂടെ നടത്തും. ആ പെണ്ണിൻ്റെ ഐഡൻറ്റിറ്റിയും എല്ലാം റിവീൽ ചെയ്തിട്ട് ഏകദേശം ഒരുപാട് ആൾക്കാർ അതായത് ഇവർ ഈ പറയുന്ന ഔട്ട്സ്കേർട്സിലുള്ള സ്ഥലങ്ങളിൽ നോക്കിയിട്ട് അവിടുത്തെ ഒരു പ്രമാണികളെ കണ്ടുപിടിക്കും. എന്നിട്ട് അവിടെ ഈ പറയുന്ന ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഡെസ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, 33, 34, above 38 ആ ഒരു പ്രായത്തിൽ കല്യാണം കഴിച്ചവരോ അല്ലെങ്കിൽ ഒന്ന് കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് ആയ ആൾക്കാരോ ഇവരെ തെരഞ്ഞു പിടിച്ചിട്ട് അങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ എടുത്തിട്ടാണ് ഇവർ ഈ പരിപാടി നടത്തുന്നത്. ഈ മുസ്ലിങ്ങളായിട്ടുള്ള കാരണം ഇവര് മുസ്ലിമാണ്, ഈ പെൺകുട്ടി മുസ്ലിമാണ്, പറ്റിക്കപ്പെടുന്നവരും മുസ്ലിമാണ്. ഇവരെ ഈ പറഞ്ഞ കുടുംബം അടക്കം ഈ പെൺകുട്ടിയുടെ വീട്ടുകാരടക്കം ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള നാടകം. എന്നിട്ട് വിവാഹം കഴിക്കുന്നു, പണം തട്ടിക്കുന്നു. ഇത് ഏത് ജില്ലയിലാണെന്നുള്ള ഒരു ചെറിയ ക്ലൂ കൂടി. ഇത് വയനാട് സ്വദേശിയാണ് പെൺകുട്ടി. ഈ ഇത് വ്യാപകമായിട്ടുള്ളൊരു ഇതാണോ ഈ ഒരാളുടെ? ഒരുപാട് പെൺകുട്ടികളുടെ പെൺകുട്ടികളെ വെച്ചിട്ട് ഇതേപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ ഈ വീട്ടുകാരുടെ ഹിസ്റ്ററിയും വലിയ രസമായിരിക്കത്തില്ല നമ്മൾ അന്വേഷിച്ച് പോകാൻ നേരത്ത്. ബട്ട് നിലവിൽ ഇനിയിപ്പോൾ കല്യാണം കഴിക്കാൻ നേരത്ത് എല്ലാം അന്വേഷിക്കണം. മൊത്തത്തിൽ ഈ സ്കാമിങ് നമ്മുടെ സൊസൈറ്റിയിൽ കൂടുന്നുണ്ട്. എവിടെ നോക്കിയാലും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സ്കാമിങ് അല്ലെങ്കിൽ പുറത്ത് കാണുന്ന സ്കാമിങ് എന്തായിരിക്കും ശരിക്കും? ഈ പെട്ടെന്ന് പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണോ അതോ അല്ല? നമ്മളുടെ ഈ പറയുന്ന ഈ ഒരു ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം ഭയങ്കര ഹെവിലി ഇൻവോൾവ് ആയ സമയത്താണ് ഈ പറയുന്ന ഒരു സെക്കൻഡ് ഒരു പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എത്താൻ നേരത്താണ് ഈ പറയുന്ന സ്കാം കൂടുതലായിട്ട് വളർന്നു തുടങ്ങിയത്. പിന്നെ ഈ അവയർനെസ് ഇല്ലായ്മയും ഈ പറയുന്ന കൂടുതൽ സ്കാമുകൾ നടക്കുന്ന ഡെസ്പറേഷൻ എന്ന് പറയുന്ന സമയത്ത് ഈ ഡെസ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ഇപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടി ഡെസ്പറേറ്റ് ആയിരിക്കുന്ന ആളാണല്ലോ ഒന്നും നോക്കാതെ കെട്ടുക. ഇപ്പം അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ പൈസ എങ്ങനെയെങ്കിലും ഇരട്ടിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന സമയത്താണ് 40%, 50% ടാലറോപ്പിനെ പോലത്തെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറയുന്ന സമയത്ത് അത് കൊണ്ടുപോയിട്ടിട്ട് സ്കാമിൽ പെടുന്നത്. നമ്മളെല്ലാം ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ടാലറോപ്പിനകത്തുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് എല്ലാം സംസാരിക്കാൻ നേരത്തും ഏകദേശം 100-100 ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിലവിൽ സംസാരിച്ചു. ഇവർക്കെല്ലാം പറയാൻ നേരത്ത് ഇവർക്ക് ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ആൾക്കാരാണ്. നമ്മൾ സിമ്പിളായിട്ട് ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ബിസിനസ് വെറ്റിങ്. ആ പരിപാടിക്കകത്ത് നിന്ന് നമുക്ക് വരുന്ന ക്ലയൻറ്റുകളുടെ നമ്മൾ സിമ്പിൾ ബേസിക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവർക്ക് അറിയത്തില്ല. അതായത് ഇതിനെക്കുറിച്ച് എന്താണ് ചെയ്യുന്നതിനെ കുറിച്ച് ഇവർ പഠിക്കാതെ ഇവർ ചെയ്യാൻ നേരത്താണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത്. സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് എല്ലാവരും സെലിബ്രിറ്റികളാവുന്ന ഒരു പ്രശ്നം കൂടി ഇതിൻ്റെ ഭാഗമാണോ? കാരണം ഒരു 10K ഫോളോവേഴ്സ് അല്ലെങ്കിൽ 15K ഫോളോവേഴ്സ് തുടങ്ങി ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടുന്തോറും സ്വയം സെലിബ്രിറ്റിയായി മാറുകയും അവരെ സമീപിച്ചുകൊണ്ട് പല ആടുകൾ വരുന്നു. അപ്പോൾ ഈ വരുന്ന ആടുകളൊന്നും പരിശോധിക്കാതെ ചെയ്യുക എന്ന് പറഞ്ഞൊരു പ്രവണത കൂടിയിട്ടുണ്ടോ? അത് നല്ലൊരു ചോദ്യമാണ്. പക്ഷേ ഇതേ ചോദ്യം തന്നെയാണ് റിപ്പോർട്ടർ ചാനലിനോട് ടാലറോപ്പിനെ കുറിച്ച് ചോദിക്കാനുള്ളത്. എന്ത് ബേസിക്കലാണ് അവർ ആഡ് റൺ ചെയ്തതെന്ന്. ഇത് നമ്മൾ സ്വയമേ നമുക്കൊരു കോൺഷ്യസ്നെസ് വെച്ചിട്ട് ആയിരിക്കണമല്ലോ ഇതൊക്കെ ചെയ്യേണ്ടത്. അതെനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഒരാൾക്ക് ഇപ്പോൾ എല്ലാവരും സെലിബ്രിറ്റികളാകുന്നത് നല്ലതാണ്. എല്ലാവരും സെലിബ്രിറ്റികളായി കഴിഞ്ഞാൽ ആരും സെലിബ്രിറ്റികളല്ല, അതാണ്. അപ്പോൾ പിന്നെ അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ സോഷ്യൽ മീഡിയ ഇപ്പം ഇൻസ്റ്റാഗ്രാമിനെ പണത്തിനായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഇപ്പോൾ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ പോലെയുള്ളത്, അങ്ങനെ സ്കാം ചെയ്യുന്ന ആളുകൾ. സബ്സ്ക്രിപ്ഷൻ സ്കാമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു വ്യക്തിയുടെ ശാരീരിക സ്വാതന്ത്ര്യമാണ് അവരെന്ത് ചെയ്യണം എന്നുള്ളത് അവരുടെ ചോയ്സാണ്. അതിനകത്ത് എവിടെയാണ് എനിക്ക് പൈസയുടെ അത് സ്കാമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ വേണമെങ്കിൽ ചെയ്താൽ മതി. അതിപ്പോൾ നമുക്കും ചെയ്യാം, നിങ്ങൾക്കും ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. പിന്നെ ഈ പറയുന്ന ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഇച്ചിരി കൂടെ ഇപ്പോഴാണ് ഫേമസ് ആയി തുടങ്ങി ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനം. അത് നമ്മുടെ നാട്ടിലെ സെക്ഷുവൽ ദാരിദ്ര്യം കാരണമാണ്. ഈ പറയുന്ന നമ്മൾ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാറില്ല നമ്മുടെ നാട്ടിൽ. ഈ സെക്സിനെ കുറിച്ച് സംസാരിക്കാറില്ല. ആൾക്കാർ നേരിട്ട് കാണാതെ കല്യാണം വരെ കഴിക്കുന്ന നാടാണ് നമ്മുടെ. പിന്നെ അതിനകത്തൊക്കെ ക്യൂരിയോസിറ്റി മലയാളികൾക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ കാര്യമുണ്ടോ? ഈ നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ പലപ്പോഴും പറയുന്നത് കേരളം ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനം, അല്ലെങ്കിൽ ഇവിടെ ജനിച്ചത് വളരെ നന്നായി എന്നൊക്കെ നമ്മൾ പലരും പറയാറുണ്ട്. ശരിക്കും ഈ ഒരു പ്രൊഫഷണൽ ഇപ്പോൾ ആളുകളുടെ ഈ ഒരു നിഗൂഢ സത്യങ്ങളെന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴേ ശരിക്കും ഞെട്ടി പോയ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ നാടിനെ കുറിച്ച് തന്നെ ഓർത്ത് സങ്കടം തോന്നി അങ്ങനത്തെ മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് എന്താ പറയുക,
ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കളെല്ലാം മുസ്ലിം ആൾക്കാരാണ്. ഞാൻ അവരോടും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മലപ്പുറം, നിലമ്പൂർ ഈ പറയുന്ന ആ ഒരു ഏരിയയിലുണ്ടല്ലോ, ഇഷ്ടം പോലെ ആൾക്കാരുടെ പൈസയുണ്ട്. പക്ഷേ ഇഷ്ടം പോലെ ആൾക്കാർ ഒരു ദിവസം സ്കാമിലാവുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നേരത്ത് ഇവർ പറയോ ഇപ്പം മുസ്ലിം വിരോധിയാ, അതുകൊണ്ടാണ് എന്ത് പറഞ്ഞാലും ഇവിടോട്ട് വരുന്നത്. അല്ല, ഏറ്റവും കൂടുതൽ ടാൽഡ്രോപ്പിൻ്റെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് മലപ്പുറം, മലബാർ, കോഴിക്കോട് ആ ഏരിയയിൽ നിന്ന് മാത്രമാണ്. അത് ഇവർ ഇൻവെസ്റ്റ്മെന്റ് കൊടുത്ത ഒരുപാട്, ഞാൻ മറ്റേ പള്ളിയിലുള്ള മൊയിലിയാർ പോലത്തെ ആൾക്കാരുമായിട്ടൊക്കെ ഞാൻ കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇതിനകത്ത് ഈ സഫീർ എന്ന് പറയുന്ന ഒരാളുടെ ഈ പറയുന്ന പോലെ മതം ഉള്ളൊരു വിശ്വാസമുണ്ട്, അതിൻ്റെ മേളിലാണ് നമ്മൾ ഇടുന്നത്. നമുക്ക് ഈ ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒക്കെ മേടിക്കുന്നതിനകത്ത് ഇതുണ്ട്. ഇൻട്രസ്റ്റ് നമുക്ക് കൊടുക്കാനോ വട്ടിപ്പലിശ നമുക്ക് കൊടുക്കാനോ പാടില്ല. അതുകൊണ്ടാണ് ഒരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിനകത്തുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ് ഇവർ പറ്റിക്കുന്നത്. മതം നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ. മതം നോക്കി. ഇപ്പൊ ഈ മുബാറക്ക് ഗോൾഡ്, അതും മതം നോക്കി ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതാണ്. ഇപ്പോ കോഴിക്കോടുള്ള RAK ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പുതിയൊരു ചങ്ങായി വരുന്നുണ്ട്, സെയിം ബിസിനസ് മോഡൽ വിത്ത് ദ സെയിം തിങ്. RAK ആ പയ്യനും ചെയ്യുന്നതാണ്. അവൻ ഈ ഇടയ്ക്ക് ഇപ്പോൾ 2 ഡിഫൻഡർ എടുത്തു. അവൻ ആ 2 ഡിഫൻഡർ എടുത്തത് ഇൻവെസ്റ്റേഴ്സിന്റെ പൈസ വെച്ചിട്ടാണ് എടുത്തത്. എപ്പോഴെങ്കിലും ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞ കാര്യം തെറ്റായിരുന്നു, തെറ്റിപ്പോയി, അല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചു പോയി, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഒറ്റ വീഡിയോയിൽ അൻവിൻ ജോസിന്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോനകത്ത് എനിക്ക് ചില സമയത്ത് കളർ കാണാൻ നേരത്ത് ഡാർക്ക് കളേഴ്സ് എല്ലാം ബ്ലാക്ക് ആയിട്ട് തോന്നുന്ന ഒരു അവസരത്തിൽ തോന്നിപ്പോയി. അത് അൻവിൻ്റെ കാറാണെങ്കിൽ ഒരു വീഡിയോക്കകത്ത് അൻവിൻ ഒരു കാറിലിരുന്ന് യാത്ര ചെയ്യുന്നു. അൻവിൻ്റെ കാർ അൻവിന് UK വെളിയിൽ ഇറക്കാൻ പറ്റത്തില്ല, കാരണം അതിൻ്റെ ഒരു സാധനത്തിന് എക്സ്പയർ ആയി കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് അൻവിൻ്റെ കാർ തന്നെയാണ്, പക്ഷെ അല്ല, അത് വേറൊരു അൻവിൻ്റെ ഫ്രണ്ടിൻ്റെ കാറായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കോണ്ടാക്ട് ചെയ്ത ഒരു മിസ്റ്റേക്ക് പറ്റി. ആ മിസ്റ്റേക്ക് അപ്പോൾ തന്നെ അക്സെപ്റ്റ് ചെയ്തു. അതിനും വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമാണ് നിലവിൽ പറ്റിയിട്ടുള്ള ഒരു മിസ്റ്റേക്ക്. ഇങ്ങനെ ഈ പരസ്പരം ഈ ഒരേ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകൾ എപ്പോഴും പറയുക പരസ്പര സഹകരണത്തിലും സ്നേഹത്തിലും മുമ്പോട്ട് പോകണമെന്നാണ്. ഈ അബ്ദുൽ ഹക്കീമൊക്കെ ആയിട്ട് അത്തരം ഒരു സാധ്യത നോക്കിയിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും? നല്ല രീതിയിൽ അങ്ങനെ ആയിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് ഇതേ ബുദ്ധിമുട്ടുകളും നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർക്കും ഇപ്പോൾ ഒരു കോണ്ടന്റ് അബ്ദുൽ ഹക്കീം ചെയ്യുന്നതിനകത്തോ അബ്ദുൽ ഹക്കീം ചെയ്ത കോണ്ടന്റിനകത്തോ നമുക്കൊന്നും പറയാനില്ല, നമുക്കൊന്നും കൗണ്ടർ ചെയ്യാനില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അയാൾ ഏതുതരം വ്യക്തിയാണെങ്കിലും ഏതുതരം കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ചെയ്യുന്ന കോണ്ടന്റിനകത്ത് തന്നെ മിസ്മാച്ചും മിസ്ഇൻഫർമേഷനും മാനിപ്പുലേഷനും ഒക്കെ നടന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയായത്? അത് ഇപ്പോൾ അതൊരു സോഷ്യൽ ന്യൂസൻസ് ആണ്, ഒരു പബ്ലിക് ന്യൂസൻസ് ആണ് പുള്ളി അങ്ങനെ ആണെങ്കിൽ. കാരണം ഇങ്ങനൊരു സിനിമ നടക്കുന്ന സമയത്ത് ഇത്രയും പൈസ തൊട്ടായെങ്കിൽ നാളെ പുള്ളിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി അയാൾ എന്നിട്ടൊരാളുടെ അടുത്ത് പൈസ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ത്രട്ടൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നടക്കുമോ? അതാണ് ഞാൻ നിർത്തിയത്. ഈ അവസാനമായിട്ട് ഹക്കീമിനോട് സംസാരിച്ചപ്പോഴാണ് ഹക്കീമിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഹക്കീം എനിക്ക് മെസ്സേജ് അയച്ചു. എൻ്റെ ഉമ്മയും ഉപ്പയും അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ ബുദ്ധിമുട്ടാവും, ഞാനൊരു ബിൽഡിങ്ങിൻ്റെ മേളിൽ നിൽക്കുക, ഞാൻ എടുത്ത് ചാടും എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വന്നു. ഒരു സെക്കൻഡ് ഞാനത് ഡിലീറ്റ് ചെയ്തിരുന്നു, ആ വീഡിയോ, ഇട്ട വീഡിയോ. പക്ഷേ അങ്ങനെ എത്ര ഫാമിലികൾ കരഞ്ഞിട്ടുണ്ട്. ഒരു പെൺകുട്ടി മരിച്ചിട്ടുണ്ട് ഇവൻ്റെ കോണ്ടന്റ് കാരണമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് അത് ഒരു പാർട്ടായിരുന്നു അതിനകത്ത്. ഒരുപാട് സൈബർ ബുള്ളിങ് അനുഭവിച്ച ഒരു പെൺകുട്ടി വീണ്ടും ഇവൻ തന്നെ ആ സൈബർ ബുള്ളിങ്ങിലോട്ട് വിട്ടുകൊടുത്തു. അത് പറയുന്ന പെൺകുട്ടി കുറച്ച് കാലം മുമ്പ് മരിച്ചിരുന്നു. അതൊക്കെ നമ്മൾ ഒരാളുടെ എതിരെ നിൽക്കുമ്പോഴാണല്ലോ അയാളെക്കുറിച്ച് കൂടുതൽ നമ്മൾ അറിയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിക്കെതിരെയാണോ ഈ അബ്ദുൽ ഹക്കീം വീഡിയോ ചെയ്തത്? അത് വീട്ടുകാർക്ക് ഇപ്പൊ പറയാൻ താല്പര്യമില്ലാത്തൊരു കേസാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ അതൊരു മറ്റേ വനജ കളക്റ്റീവിലൊക്കെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ഈ അങ്ങനെ ഈ ആളുകൾ കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ ആളുകൾ സ്വയം ആത്മഹത്യ ചെയ്യുന്നു പറയുന്ന ലെവലിലേക്കൊക്കെ കൊണ്ടുപോയ അബ്ദുൽ ഹക്കീം ഇപ്പൊ നിലവിൽ ഈ പറഞ്ഞ പോലെ സ്വന്തം ഫോൺ ഓണാക്കാൻ കഴിയാതെ ഒക്കെ ഇരിക്കുകയാണ്. ഞാൻ കരുതുന്നു അദ്ദേഹം ഇത് കാണുന്നുണ്ടാവാൻ ചിലപ്പോൾ. എന്തായാലും പറയാൻ ഉണ്ടെങ്കിൽ എന്തായാലും പറയാനുണ്ടാവുക അബ്ദുൽ ഹക്കീമിനോട്? സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ ഹക്കീമേ. അതെ, അപ്പം സ്നേഹം പരക്കുമ്പോൾ തീർച്ചയായിട്ടും ദുഃഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ളതിനെയൊക്കെ ഇല്ലാതാക്കണം എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ്. അതെങ്കിൽ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അക്കൗണ്ടബിലിറ്റി? അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന വ്യക്തി അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഇവിടെ. അവൻ ഡ്രഗ്സിനെതിരെ സംസാരിച്ച സമയത്ത് അവൻ ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസിലായിരുന്നു എന്നുള്ള അക്കൗണ്ടബിലിറ്റി. അവൻ ആൾക്കാരെ എക്സ്ട്രോട്ട് ചെയ്തിട്ട് പൈസ മേടിച്ചു എന്നുള്ള അക്കൗണ്ടബിലിറ്റി. അവൻ്റെ വണ്ടി മേടിച്ചതും അവൻ്റെ കമ്പനി രജിസ്ട്രേഷൻ ചെയ്തതും എല്ലാം ഇങ്ങനെയുള്ള പൈസകളാണെന്നുള്ള അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്തിട്ട് തെറ്റ് തുറന്ന് പറഞ്ഞ് സംസാരിച്ച് നാട്ടുകാരോടടുത്ത് ക്ഷമ ചോദിച്ച് നാട്ടുകാർ ക്ഷമിക്കുകയാണെങ്കിൽ വീണ്ടും ഇതേ പരിപാടി ചെയ്തോ, അതേ പറയാനുള്ളൂ. ഈ നമ്മൾ ഇതിനകത്ത് ജെന്യൂനായിട്ട് ഇത്തരം വരുന്ന സമയത്ത് ഫേസ്ബുക്ക് സർക്കിളുകളിലൊക്കെ ഇതിനുമായി ബന്ധപ്പെട്ട് ഇപ്പം നിങ്ങൾ എല്ലാവരും വിളിക്കുന്നത് കോടതികൾ എന്നാണ്, ഓൺലൈൻ കോടതികൾ എന്നാണ്. ഇപ്പോൾ സുപ്രീം കോടതി, അബ്ദുൽ ഹക്കീം ആണെങ്കിൽ ഹൈക്കോടതി ഒക്കെ ആയിരുന്നു.
അപ്പോൾ ഈ കോടതി വിളികളെ ഒക്കെ എങ്ങനെയാണ് കാണുന്നത്? നല്ല നല്ല നല്ലൊരു ഭയങ്കരമായിട്ട് ചിരിക്കുന്നൊരു സാധനമായിരുന്നു. ഞാൻ അർക്കിയുമായിട്ട് സൗഹൃദമായിരുന്ന സമയത്ത് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, ഹൈക്കോടതി ജില്ലാ കോടതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നൊരു സാധനമാണ്. ഈ ഇൻസ്റ്റാഗ്രാം സർക്കിളിനെ കാട്ടും കുറച്ചുകൂടി ഫേസ്ബുക്ക് തന്നെ കുറച്ചുകൂടി ഫണ്ണി ആയിട്ട് എടുക്കുന്നു തോന്നിയിട്ടുണ്ടോ? ചില പിന്നെ ഞാൻ ചെയ്യുന്ന വിഷയങ്ങൾ ഒരിക്കലും കണ്ടിട്ട് ഇതൊരു ഫണ്ണി വിഷയമാണെന്ന് എൻ്റെ കോണ്ടന്റ് ഒരിക്കലും തമാശയല്ല. അപ്പോൾ പിന്നെ ഞാനെന്ന് പറയുന്ന ഒരു സ്പേസിൽ നിൽക്കുന്ന ഇപ്പോൾ സ്കാമൊക്കെ എക്സ്പോസ് ചെയ്യുന്നത് കാരണം അങ്ങനെ വിളിക്കുന്നതിനകത്ത് ഞാൻ തമാശയായിട്ട് കാണുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു സാധ്യത ഉണ്ടാവില്ല. ഇപ്പം അക്കൗണ്ടബിലിറ്റിയെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അക്കൗണ്ടബിൾ ആകാൻ കഴിയും നമ്മുടെ സിസ്റ്റത്തിനാണ്. അപ്പോൾ അബ്ദുൽ ഹക്കീം ഒരു വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ വാട്ടവർ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ശരിക്കും ഈ ഒരു പ്രവൃത്തി കുറെ കൂടി ലീഗലൈസ് ചെയ്തത്, ഇത് നിങ്ങൾക്ക് ഇത്ര ഒരു വിഷയം കിട്ടുമ്പോൾ അത് കോടതിയിൽ എത്തിക്കാനൊക്കെ ശ്രമിക്കുക എന്നുള്ളതല്ല ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യം. കുറെ കൂടി ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. താങ്കൾ ഒരാൾക്കെതിരെ ഇപ്പം ഒരു പ്രശ്നം അറിയുന്നു, താങ്കളത് പരാതി കൊടുക്കുന്നു എന്നൊരു ലൈനിലേക്ക് ഇത് മാറ്റിയാൽ കുറെ നമ്മുടെ നിയമവ്യവസ്ഥ കറന്റ് അത് അനുവദിക്കുന്നില്ല. അതാണ് പ്രശ്നം. ഞാൻ എന്തോരം പ്രശ്നങ്ങൾ SP ഓഫീസിൽ കംപ്ലൈൻറ്റ് കൊടുത്ത പ്രശ്നങ്ങളുണ്ട്, എന്തുവാ ഈ സൈബർ ക്രൈമിൽ പരാതി കൊടുത്തിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നിലവിൽ നമ്മുടെ ഇന്ത്യൻ സാഹചര്യം അനുസരിച്ചിട്ട് നമ്മൾക്ക് പേഴ്സണലി ഇത് സംഭവിച്ചാൽ മാത്രമേ നമുക്ക് കേസ് കൊടുക്കാനുള്ളൊരു ഓപ്ഷനുള്ളൂ. അല്ലെങ്കിൽ ഇത് അനുഭവപ്പെട്ടവർ മാത്രം കേസ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രശ്നം നിലവിലുണ്ട്. അത് ഏത് പോലീസ് സ്റ്റേഷനിൽ പോയാലും ഏത് ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. ഇപ്പോൾ ഒരു ബാങ്ക് കൊള്ളയടിക്കുന്ന നമ്മൾ കണ്ടിട്ട് അവിടെ ബാങ്ക് കൊള്ളയടിക്കുന്നുണ്ട് കേട്ടോ, ഒരു പരാതി എടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എടുക്കുന്നില്ല എന്ന് പറയുന്ന ലോജിക്കാണ് ഇവർ ഈ പറയുന്ന സാധനം. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നിലവിൽ ഈ പറയുന്ന സാധനം നമ്മളുടെ സത്യം, നമ്മൾ ഈ പറയുന്ന ഫാക്ച്വൽ ആയിട്ടുള്ള എവിഡൻസ് ബാക്കപ്പ് ചെയ്ത് കോണ്ടന്റ് ചെയ്യുക. അങ്ങനെ കോണ്ടന്റ് ചെയ്ത് ചർച്ചാ വിഷയമാകുമ്പോൾ ഇവർ കേസ് എടുക്കുന്നു. എങ്ങനെയെങ്കിലും എടുക്കട്ടെ. ഈ ചുരുക്കി പറഞ്ഞാൽ ഈ സിസ്റ്റം തന്നെ നമ്മളെ കോടതിയാക്കുകയാണ്. നമുക്ക് കോടതി ആവാതെ ഒരു വഴി. നമ്മൾ കോടതിയാണെന്ന് പറയുന്നില്ല. ഞാൻ ഒരു എന്താ പറയുക ഇൻവെസ്റ്റിഗേറ്റീവ് രീതിയിലുള്ള കോണ്ടന്റുകൾ ചെയ്യുന്ന, സ്കാമിനെ എക്സ്പോസ് ചെയ്യുന്ന ഒരു 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 കോണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് വിശ്വസിക്കുന്നത് ഞാൻ. പിന്നെ ഇതിൻ്റെ ഒരു ലീഗൽ സൈഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്നേഹം പെരക്കട്ടെ ഒരു LLP കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തതും. അതിൻ്റെ കാര്യങ്ങൾ ഇനോഗ്രേഷൻ കൊണ്ട് വരണം കേട്ടോ. ഈ മലയാളി മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ആളുകൾ ഇനിയും മെച്യൂറായിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു സാധനമാണ് നമ്മുടെ ടെക്നോളജി. അതിൻ്റെ ഏറ്റവും വലിയ പ്രൊഡക്റ്റായിട്ടുള്ള സോഷ്യൽ മീഡിയ. ആളുകൾ കുറെ കൂടി ഉത്തരവാദിത്തത്തോടു കൂടി സോഷ്യൽ മീഡിയ